ആറ്റിങ്ങലിലെ കള്ളവോട്ട് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. മണ്ഡലത്തിൽ വികസനമില്ല എന്ന LDF ആരോപണത്തിന് ജനം മറുപടി പറയും. മത്സരം LDF-ഉം UDF-ഉം തമ്മിലെന്നും BJP വെല്ലുവിളിയല്ലെന്നും അടൂർ പ്രകാശ് 24-നോട് പറഞ്ഞു. നമ്മളിപ്പോഴുള്ളത് ആറ്റിങ്ങൽ MP അടൂർ പ്രകാശിനൊപ്പമാണ്. തിരക്കിട്ട പ്രചാരണത്തിലാണ്. അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ വക്കത്ത് പ്രചാരണ പരിപാടിയിലാണ്. അദ്ദേഹത്തിന്റെ പ്രചാരണ വാഹനത്തിലാണ് ഞാൻ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നത്. അദ്ദേഹത്തോട് തന്നെ നമ്മൾ അവസാന മണിക്കൂറിൽ എന്തൊക്കെയാണ് അടിയൊഴുക്കുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ശ്രീ അടൂർ പ്രകാശ്, ഇപ്പോ രണ്ടാം ഊഴം തേടി താങ്കൾ എത്തുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് എന്താണ്? ഈ കഴിഞ്ഞ തവണ ഈ 5 വർഷം കൊണ്ട് ഈ മണ്ഡലത്തിനായി ചെയ്ത കാര്യങ്ങൾ, ഒപ്പം മറ്റെന്തൊക്കെ വിഷയങ്ങളുണ്ട്? ഏറ്റവും ഒടുവിലത്തെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ നിയോജകമണ്ഡലത്തിന് വേണ്ടി ചെയ്ത് തുടക്കം കുറിച്ച് വെച്ച പല കാര്യങ്ങളുമുണ്ട്. അതിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. ആ പൂർത്തീകരണം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നിശ്ചയമായും അതിന് നേതൃത്വം കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അല്ലാതെ പകുതി അഴക്കിയിട്ട് പോവുക എന്നുള്ളതല്ല. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ നിശ്ചയമായും ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ ഈ കള്ളവോട്ട് എന്നൊക്കെയുള്ള ആരോപണം, അതിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഒരു സംശയമില്ല കാര്യത്തിൽ. ആ കള്ളവോട്ടിൽ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഇനിയിപ്പോ നാളെ കോടതിയുടെ വിധി പകർപ്പ് എൻ്റെ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ നാളെ തന്നെ അത് മാധ്യമ സുഹൃത്തുക്കളുമായി കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ പരാജയഭീതി പൂണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് LDF സ്ഥാനാർത്ഥി പറയുന്നുണ്ട്. അതിനുള്ള മറുപടി എന്താണ്? ഇല്ല, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ ഞാൻ പറഞ്ഞാണല്ലോ. പറഞ്ഞിട്ട് 58,000 ആളുകൾ വോട്ട് ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ളത് കൊണ്ടാണ് അടൂർ പ്രകാശ് ഇവിടെ ജയിച്ചത്. കള്ള വോട്ട് തടഞ്ഞു എന്നുള്ളതിന്റെ പേരിലാണ്. അതിപ്പോ ഈ പ്രാവശ്യം അതിന്റെ ഒരു സംശയം വേണ്ട, അതിന്റെ ഭാഗമായി ഈ പ്രാവശ്യം അത് നടത്തിയിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.